ബഷീർ സന്യാസ ജീവിതം ഉപേക്ഷിക്കാൻ കാരണം പണിയെടുക്കാതെ തിന്നുന്ന പണി എന്ന് തോന്നിയിട്ടാണ് ബഷീർ സന്യാസ ജീവിതം ഉപേക്ഷിച്ചത്. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന അക്ഷരമറ്റം ക്യൂസ് LP UP സബ് ജില്ലാ മോഡൽ ക്യൂസ് 6ാമത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബഷീറിനെ കുറിച്ച് മാത്രമുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സബ് ജില്ല വിജയിക്കാൻ അക്ഷരമറ്റം ക്യൂസിനും മറ്റ് GK ക്യൂസുകൾക്കും ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബഷീർ ജനിച്ചതെന്ന് 1908 ജനുവരിയിൽ. മാതാപിതാക്കൾ ആരെല്ലാം? കായ് അബ്ദുറഹിമാൻ കുഞ്ഞാച്ചുമ്മ. ജന്മനാട് ഏതാണ്? കോട്ടയം വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പ്. ഗാന്ധിജി എവിടെ വന്നപ്പോഴാണ് ബഷീർ കണ്ടതും തൊട്ടതും? വൈക്കം സത്യാഗ്രഹ സമയത്ത്. ഏത് വർഷമാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്? 1930. എവിടെ വെച്ചാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്? കോഴിക്കോട്ട്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് എവിടെയാണ് 3 മാസം കഠിന തടവ് ശിക്ഷ അനുഭവിച്ചത്? കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ബഷീർ തീവ്രവാദ സംഘടന ഉണ്ടാക്കിയതിന് ആരെയാണ് മാതൃകയാക്കിയത്? ഭഗത് സിംഗിനെ. തന്റെ തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായി ഇറക്കിയ വാരിക? ഉജ്ജീവനം വാരിക. ഉജ്ജീവനത്തിൽ ലേഖനങ്ങൾ എഴുതാൻ സ്വീകരിച്ച തൂലികാനാമം? പ്രഭ എന്ന തൂലികാനാമമാണ് സ്വീകരിച്ചത്. ഉജ്ജീവനം വാരികക്കെതിരായി സർക്കാർ സ്വീകരിച്ച നടപടി എന്ത്? വാരിക പ്രസിദ്ധീകരിക്കുന്നത് സർക്കാർ നിരോധിച്ചു. എഴുതിയ ആദ്യ കഥയുടെ പേര്? എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ചത് ഏതിലാണ്? ജയകേസരി എന്ന പ്രസിദ്ധീകരണത്തിൽ. മതാതീതമായ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും കഥയായ കൃതി? പ്രേമലേഖനം. കേശവൻ നായർ, സാറാമ്മ എന്നിവർ കഥാപാത്രമായ കൃതി? പ്രേമലേഖനം. ജാതി മത വ്യവസ്ഥകൾക്ക് എതിര് ആയതിനാൽ തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ച കൃതി? പ്രേമലേഖനം. സ്വന്തം ഉമ്മയും സഹോദരങ്ങളും വീട്ടിലെ വളർത്തു ജീവികളും കഥാപാത്രങ്ങളായ കൃതി? പാത്തുമ്മായുടെ ആട്. വ്യാകരണത്തിന് നൽകിയ രസികൻ വിശേഷണം? പളുങ്കൂസൻ. ബാല്യകാല സഖി എഴുതിയ വർഷം? 1936. ഏതു ഭാഷയിലാണ് ആദ്യം ബാല്യകാല സഖി എഴുതിയത്? ഇംഗ്ലീഷിൽ. എവിടെ വെച്ചാണ് ബാല്യകാല സഖി എഴുതിയത്? കൊൽക്കത്തയിൽ വെച്ച്. ബാല്യകാല സഖി എഴുതുന്ന കാലത്ത് കൊൽക്കത്തയിൽ എന്താണ് ജോലി? ഹോട്ടൽ ജോലി. ഏതു വർഷമാണ് ബാല്യകാല സഖി മലയാളത്തിലാക്കി പ്രസിദ്ധീകരിച്ചത്? 1944. അതായത് 80 വർഷം മുമ്പ്. ഏത് കൃതിയിലാണ് ഒന്നും ഒന്നും കൂട്ടിയാൽ എത്ര എന്ന ചോദ്യത്തിന് ഉമ്മിണി ബല്യ ഒന്ന് എന്ന ഉത്തരം? ബാല്യകാല സഖി. ഒന്നും ഒന്നും കൂട്ടിയാൽ എത്ര എന്ന ചോദ്യത്തിന് ഉമ്മിണി ബല്യ ഒന്ന് എന്ന് ഉത്തരം പറഞ്ഞതാര്? മജീദാണ് പറഞ്ഞത്. അറിവിൽ തിളങ്ങാൻ അക്ഷരമറ്റം ക്യൂസ് ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബാല്യകാല സഖി ഏതൊക്കെ വർഷങ്ങളിലാണ് സിനിമയാക്കിയത്? 1967, 2014. ബാല്യകാല സഖി ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരേടാണ്. വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു പറഞ്ഞ നിരൂപകൻ ആരാണ്? MP പോൾ. കാടായി തീർന്ന ഒറ്റമരത്തിന്റെ ആത്മകഥയാണ് ബഷീർ സാഹിത്യം എന്ന് പറഞ്ഞതാര്? MN വിജയൻ. അക്ഷരമറ്റം ജൂലൈ 4 പതിപ്പിലെ ബഷീറിനെ കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ അറിയാൻ ചാനലിലെ ബഷീർ ക്യൂസ് വീഡിയോകൾ ദയവായി കാണുക.
താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.